ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് വിഷ്ണു കരഞ്ഞുകൊണ്ട് ശാലിനിയോട് ചോദിക്കുകയാണ്, മറ്റുള്ളവർക്ക് ജീവിച്ച് നമ്മുടെ ജീവിതം ഇപ്പൊ എവിടെയാണോ എത്തി നിൽക്കുന്നത്, മരണത്തിന് മുന്നില് എന്ന് പറഞ്ഞ് രണ്ടുപേരും കരയണേ. ശാലിനിയുടെ കവിളിൽ പിടിച്ച് മുട്ടുകുത്തിക്കൊണ്ട വിഷ്ണു ചോദിക്കുന്നത്. ശേഷം ഒരു ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയും, എടി സ്വന്തം ജീവിതം തകർത്തെറിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പോയപ്പോ നീ ഓർത്തില്ല ഇതുപോലെ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുന്നു. എന്നിട്ട് എന്ത് നേടി? എന്താ നേടിയത്? ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയത്? അവർക്കൊന്നും ഇപ്പൊ ജീവിതമില്ല. അറിയോ, ശ്യാമയും രോഹിത്തും ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പോ അകന്നു കഴിഞ്ഞു. അവർക്കിടയിൽ പെട്ടുപോയ നമ്മുടെ മോളുടെ ജീവിതം. ശാലിനി ഇങ്ങനെ ഞെട്ടിലൂടെ നോക്കുമ്പോ വിഷ്ണു പറയും, നമുക്ക് അവളെ തിരിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കണ്ടേ? അവൾ ജീവിക്കേണ്ടത് രോഹിത്തിന്റെയും ശ്യാമയുടെയും മകളായിട്ടല്ല, ആണോ എന്ന് വെക്കുമ്പോ ശാലിനി ഒന്നും പറയാതെ നിൽക്കുക. വിഷ്ണു ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്റെയും നിന്റെയും മകളായിട്ടാ, ഈ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും മകളായിട്ടല്ലേ? ഇത്രയും വർഷങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കി വെച്ച് രക്ഷപ്പെടാൻ നോക്കി ഏത് ദൈവ അതിന് കൂട്ടു നിൽക്കുക? നമ്മുടെ പപ്പയെ കൊണ്ട് അമ്മയെ ഒന്ന് വിളിപ്പിക്കണ്ടേ? അത് കേൾക്കാനുള്ള ആഗ്രഹം തനിക്കില്ലേ? അതില് ശാലിനി അങ്ങ് പൊട്ടിക്കരയും. ഇതെല്ലാം മറന്ന് മരിക്കാൻ ഒരുങ്ങിയാത്ത അതിന് കഴിയാതെ തിരിച്ചു വന്നെങ്കിലേ അറിഞ്ഞോ അറിയാതെയോ ഇതിന് പിന്നിൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ മക്കളുടെ പ്രാർത്ഥന നമ്മൾ ഒത്തുചേരണമെന്നും ഒന്നിച്ചു ചേരണമെന്നുള്ള ഈശ്വരന്റെ തീരുമാനം. അതൊന്നുകൊണ്ട് മാത്രമേ നീ ഇപ്പൊ എന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് എന്നൊക്കെ സങ്കടത്തിലും ദേഷ്യത്തിലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിഷ്ണു. ശാലിനി കെട്ടിപ്പിടിച്ച് കരയാ. ശാലിനിയും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ നിന്ന ഒരു കരയാ. ശേഷം ശാലിനി കൈ പിടിച്ചിട്ട് പറയും, വിഷ്ണുവേട്ടാ എന്നോട് ക്ഷമിക്കേ. പെട്ടെന്ന് വിഷ്ണുവേട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ അവരെയും മറന്നുപോയി. ഞാൻ മരിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇവിടെ വന്നത്. പക്ഷേ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ നിമിഷം ഉണ്ടല്ലോ, അവിടെ ഞാൻ മനസ്സിലാക്കി എനിക്ക് മരിക്കാനാവില്ല. എന്റെ വിഷ്ണുവേട്ടനെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും മനസ്സിന്ന് പറിച്ചു കളയാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തതാണ് വിഷ്ണുട്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കി എന്നെ കൊണ്ട് അതിന് കഴിയില്ല വിഷ്ണുട്ടാ എന്നിങ്ങനെ വിറച്ചുകൊണ്ടാണ് ശാലിനി പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന്റെ മാറോട് ചേർന്ന് കിടക്കും. വിഷ്ണു ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക. കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് കരയും. ശേഷം പറയും, അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഞാൻ നിങ്ങളെയൊക്കെ എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിക്കുന്നോ അതിന്റെ ഒരു 100 ഇരട്ടി ശക്തിയിലാ നിങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് തിരികെ വരുന്നത്. എന്തെല്ലാം പ്രതിബന്ധങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായപ്പോഴും ഞാൻ അതെല്ലാം നേരിട്ടിട്ടുണ്ട്. കാരണം അതെല്ലാം തരണം ചെയ്യുന്നുള്ള എന്റെ ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു എന്റെ ജീവവായുവും. വിഷ്ണുവിനറിയാലോ, ഇല്ലായ്മയിൽ നിന്നാ ഞാൻ IAS എടുത്തത്. ആഗ്രഹിച്ചപ്പോ പലരും പറഞ്ഞു ചായക്കടക്കാരിക്ക് IAS ആവാൻ പറ്റുമെന്ന്. അവർക്കെല്ലാം മുന്നില് IAS ആയി വന്നു നിന്ന് കാണിച്ചു കൊടുത്തു. വിഷ്ണുവിനറിയാലോ, ജനിപ്പിച്ച അച്ഛൻ പോലും ഉപേക്ഷിച്ചു പോയപ്പോ എല്ലാവരും മാറി നിന്നപ്പോ എട്ടും പൊട്ടും തിരിയാത്ത 3 പെൺമക്കളെ കൊണ്ട് കുടുംബത്തിന്റെ 2 അറ്റവും മുട്ടിക്കാനായിട്ട് ഹോട്ടൽ നടത്തി ജീവിച്ച ശാരദയുടെ മക്കള് എങ്ങനെ IAS ആവുന്ന പരിഹസിച്ച് ചോദിച്ചവർക്ക് മുന്നിൽ ജീവിച്ചു കാണിക്കണമെന്നുള്ളൊരു വാശിയായിരുന്നു. ആ വാശി ഉണ്ടായത് എന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രമാ. പക്ഷെ ആ ആത്മവിശ്വാസ കുറച്ചു മുമ്പ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. മരിക്കാൻ തെളിഞ്ഞതാ. എന്നെ വിഴുങ്ങാൻ വന്ന തിരയെ ഞാൻ മുഖാമുഖം കണ്ടതാ. പക്ഷേ അവിടെ എനിക്ക് മുമ്പ് അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് എടുത്തു ചാടിയ പെൺകുട്ടിയുടെ മരണം എപ്രാളം ഞാൻ ശരിക്കും എന്റെ കൺമുന്നിൽ കണ്ടു വിഷ്ണുട്ടാ. എന്റെ മുന്നിൽ കിടന്ന അവള് ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ചത്. രക്ഷിക്കാനായി ശ്രമിച്ചപ്പോ കടൽ തിരമാലകള് എന്റെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ വലിച്ചു കൊണ്ടുപോയത്. ആ പെൺകുട്ടിയുടെ എന്നെ രക്ഷിക്കണമെന്നുള്ള നിലവിളി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. പ്രാണം പോകുമ്പോഴുള്ള ആ നിലവിളിക്ക് മുന്നിൽ ഞാൻ എന്റെ പ്രശ്നങ്ങളൊന്നും മറന്നു. ഒരിക്കലും ഒരാളും ദൈവം തന്ന ജീവൻ സ്വയം എടുക്കാൻ ശ്രമിക്കില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയിലാ ഞാൻ അവിടുന്ന് കരയ്ക്ക് കയറിയത്. വിഷ്ണുവിനെ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണേ ദയനീയായിട്ട് ശാലിനി പറയും, ഈശ്വരനാ എന്നെ ജീവനോട് തിരികെ കയറ്റിയത്. വിഷ്ണുട്ടാ എന്നെ വെറുക്കരുത് വിഷ്ണുട്ടാ. ശാപവാക്കുകൾ കൊണ്ട് എന്നെ തകർത്തുകയും ചെയ്യരുത്. ഞാനാകെ തകർന്നു നിൽക്കുകയാണ്, പ്ലീസ് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാണ് വിഷ്ണുവിന്റെ കൈകൾ പിടിച്ച്. പതിയെ ആ കാലുകളിൽ വീണ് മാപ്പ് ചോദിക്കുന്നത് പോലെ കാലുകൾ മുറുകെ പിടിച്ച് ശാലിനി കരയാ. വിഷ്ണു അവിടെ ഇരുന്ന് കവിള് പിടിച്ചിട്ട് പറയും, ശാലിനി തനിക്കറിയാവോ, അല്പം മുമ്പ് വരെ എന്റെ ഹൃദയം നിലച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. ഇവിടെ ഈ സമയത്ത് തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ബാക്കിയോടെ നിലയ്ക്കായിരുന്നു. മരണം അത് പ്രതീക്ഷിച്ചുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശാലിനി പറയും, വിഷ്ണുട്ടാ ചില വേദനകള് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല വിഷ്ണുട്ടാ. അത് നമ്മൾ അനുഭവിച്ച തന്നെ അറിയണം. അത് പറഞ്ഞു നന്നായിട്ട് തന്നെ അറിഞ്ഞു. ഒരു അപേക്ഷ എനിക്കുള്ളൂ, ഈ കാരണങ്ങൾ കൊണ്ട് എന്നോടുണ്ടായ സ്നേഹത്തിനും കരുതലിനും ഒരല്പം പോലും കുറവ് വരുത്തരുത് വിഷ്ണുട്ടാ. എനിക്കത് താങ്ങാൻ പറ്റില്ല, പ്ലീസ് എന്ന് പറഞ്ഞ് ശാലിനി കരയുമ്പോ വിഷ്ണു ശാലിനിയെ മുറുകെ പിടിക്കും. താൻ ആഗ്രഹിക്കുന്ന പോലുള്ള സ്നേഹം ഞാൻ തനിക്ക് തരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, തന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ഒരാളെയും സ്നേഹിക്കുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമാ എന്നിങ്ങനെ കരഞ്ഞോണ്ട് സങ്കടത്തിൽ പറഞ്ഞേ ശാലിനിയെ ചേർത്ത് പിടിക്കുക. അത്രയ്ക്ക് ഇഷ്ടമാ. ശാലിനി പറയും, മതി, എനിക്ക് ഈ വാക്കുകൾ മാത്രം മതി. ഇനിയുള്ള ഏത് പരീക്ഷണവും അതിജീവിക്കാൻ എനിക്ക് ഈ വാക്കുകൾ മാത്രം മതി എന്ന് പറഞ്ഞ് മുട്ടുകുത്തിയിരുന്ന് കെട്ടിപ്പിടിച്ച് കരയാ രണ്ടാളും. അങ്ങനെ ഒരുപാട് സമയം അവരവിടെ ഇരിക്കണേ. പിന്നീട് ആ കടൽ തിരയിലേക്ക് നോക്കി സങ്കടങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ച് വിഷ്ണുവിന്റെ തോളിൽ ചാരി ഇരിക്കുക ശാലിനി. വിഷ്ണുട്ടാ
ഇനി എനിക്കൊരു വാക്ക് തരണം വിഷ്ണുക്കും. എന്നെ തനിച്ചാക്കില്ലെന്നും എന്നെ ഒറ്റയ്ക്കാക്കില്ലെന്നും എനിക്ക് വാക്ക് തരണം. ഇനി മുതല് ഞാനുണ്ട് കൂടെ. കൂട്ടായിട്ടും കുടുംബമായിട്ടും നമ്മളിനി ഒന്നിച്ച് താമസിക്കണം. നമ്മുടെ മക്കളോടൊപ്പം അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം. ശാലിനി പറയും ആ സ്വപ്നങ്ങൾക്കൊപ്പം നമുക്ക് ജീവിക്കണം. വിഷ്ണു ഒരു ഉമ്മയോട് കൊടുക്കും. ശാലിനി പറയും വിഷ്ണുട്ടാ നമുക്കേ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നേരം പുലരുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇത് നമ്മൾ രണ്ടുപേരുടെയും പുനർജന്മമാ. ഞാൻ ഇവിടെ വരുമ്പോ ഈ കടലിനേക്കാളും ഭയാനകമായിരുന്നു എന്റെ മനസ്സ്. ആ മനസ്സിപ്പോ ശാന്തമാണ്. അതുപോലെ ശാന്തമാണ് ഈ കടലും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകൂ വിഷ്ണു ആന്നും മോളും. അങ്ങനെ എല്ലാം പറഞ്ഞ് രണ്ടുപേരും നേരം പുലരുന്നത് വരെ അവിടെ ഇരിക്കുക. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. ഇതേ സമയം കുടുംബശ്രീ വീട്ടിലെ അമ്മ വരാത്ത വിഷമത്തിലാണ് സത്യ ഇരിക്കുന്നത്. ഗേറ്റിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ ശാരദാമ്മ വരും. ഇവിടെ വന്നിരിക്കാണോ? ഞാൻ അവിടെയൊക്കെ നോക്കി എന്ന് പറഞ്ഞു വരുമ്പോ കയ്യിലൊരു പാൽ ഗ്ലാസും കൂടെ ഉണ്ട്. സത്യ പറയും അമ്മ വന്നില്ലല്ലോ ശാരദാമ്മേ, ഞാൻ നോക്കിയിരിക്കായിരുന്നു. ശാരദാമ്മ പറയും ഇന്നലെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ജോലി തിരക്കുണ്ടായിട്ടുണ്ടാവും മോളെ, ഇല്ലെങ്കിൽ ഇങ്ങനെ വൈകുന്ന ആളല്ലല്ലോ. സത്യ പറയും എന്നാലും ഒന്ന് വിളിക്കെങ്കിലും ചെയ്തോടെ ശാരദാമ്മേ, സമയം കിട്ടിക്കാണില്ല മോളെ. മോളുടെ അമ്മ ഒരു ജില്ല മൊത്തം നോക്കുന്ന ആളാ, ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയതാവും. പിന്നെ ഒന്നിനും സമയം കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ വിളിക്കെങ്കിലും ചെയ്യും. അമ്മ ഇപ്പൊ വരും, മോളി പാല് കുടിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സത്യ അത് വേണ്ടെന്ന് തട്ടിക്കളയണേ. എന്നാലും ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഇല്ലെങ്കിൽ എത്ര വട്ടം വിളിക്കും? കഴിച്ചോ, പഠിച്ചോ, ഉറങ്ങിയോ? ഇതൊന്നും ഉണ്ടായില്ലല്ലോ. എന്നോട് അമ്മയ്ക്ക് സ്നേഹമില്ല, അതാ അമ്മ ഇങ്ങനെ. അങ്ങനെയൊന്നും പറയില്ല മോളെ, മോൾക്ക് വേണ്ടിയല്ലേ അമ്മയെ കഷ്ടപ്പെടുന്നൊക്കെ. ഇതിപ്പോ ഫോണിൽ ചാർജ് പോയതാണെങ്കിലോ അപ്പൊ പിന്നെ വിളിക്കാൻ പറ്റില്ലല്ലോ. അതിനിപ്പോ മോള് പാല് കുടിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അമ്മ ഇപ്പൊ വരും, മോളിത് കുടിക്കേ. സത്യ വീണ്ടും കൈ തട്ടും. ശാരദാമ്മ പറയും ശാരദാമ്മയ്ക്ക് സങ്കടാവേ. വേണ്ട, എന്തായാലും ഇത്രയ്ക്കായില്ലേ, ഇനി അമ്മ വന്നിട്ട് കുടിക്കാം എന്ന് പറഞ്ഞ വാശിയില്ല. ശാരദാമ്മ വിചാരിക്കും കൊച്ചു പറയുന്നതിലും കാര്യമുണ്ട്, ഒന്ന് വിളിക്കായിരുന്നു. ഇനിയിപ്പോ എത്ര തിരക്കാണെങ്കിലും മറ്റാരെക്കൊണ്ടെങ്കിലും വിളിപ്പിക്കായിരുന്നു. വെറുതെ വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനെ തീ തീറ്റിപ്പിക്കുന്നത് എന്തിനാ? സത്യയോട് പറയും സത്യമോളെ അമ്മ വരുമ്പോ ശരിക്കും രണ്ടാളും പറഞ്ഞിട്ട് അത്തേക്ക് കയറ്റിയാ മതി. ശാരദാമ്മയും കരുതിയിരിക്കുക. മോളത് കുടിച്ചേ, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, കുടിക്കേ എന്നൊക്കെ സോപ്പിട്ട് കുടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ശാലിനിയുടെ അല്ലേ മോള്, അതിനാ വഴങ്ങുന്നില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈ തട്ടും. ഇപ്പൊ കുറച്ച് സ്ട്രോങ്ങിൽ തട്ടി അകത്തേക്ക് അങ്ങ് കയറിപ്പോകും. ശാരദാമ്മ വിചാരിക്കും അമ്മയെക്കാളും വലിയ വാശിയ മോൾക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഈ പെണ്ണതോടെ പോയി എങ്ങനെയുണ്ട് ഒരു ജോലി? അപ്പോഴായിരിക്കും വിഷ്ണുവിന്റെ വണ്ടി വരുന്നത്. അങ്ങനെ മുന്നിൽ വന്ന് നിർത്തുമ്പോ തന്നെ ശാരദാമ്മ പേടിച്ചാ നിക്കണത്. അപ്പൊ ശാലിനി ഇറങ്ങി വരും. ശാലിനിയെ കാണുമ്പോ ശാരദാമ്മയ്ക്ക് ആശ്വാസവും. അങ്ങനെ രണ്ടുപേരും കൂടെ വല്ലാത്തൊരവസ്ഥയില് ആകെ ക്ഷീണിച്ച അവസ്ഥയിൽ ഇങ്ങനെ വരുമ്പോ ശാരദാമ്മയ്ക്കൊരു പേടിയുണ്ട്. അടുത്തേക്ക് വന്ന് ശാരദാമ്മ വയ്ക്കും എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? വരില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നോ? ഇതേ സമയം സത്യ അന്വേഷിച്ചാണ് വിഷ്ണു നടക്കുന്നത്. ഇതൊന്നും ശാരദാമ്മ ശ്രദ്ധിക്കുന്നില്ല. ശാലിനിയോട് പറയും രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ദേ സത്യയാണെങ്കിൽ നിന്നെ കാണാതെയുള്ള വാശിയും ജോലി തിരക്കൊണ്ടായിരിക്കും, സമ്മതിച്ചു. പക്ഷെ അറിയിക്കുന്നത് കൊണ്ട് എന്താ മോളെ കുഴപ്പം? അപ്പോഴും വിഷ്ണു സത്യ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി സത്യയെ കാണാനായി അകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശാലിനി പറയും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വന്നു പെട്ടു. അതിന്റെ ഒരു ഓട്ടത്തിലായിരുന്നു. വിഷ്ണുവേട്ടൻ വേണ്ടി വന്നു. അവസാനം എന്നെ മടക്കി കൊണ്ടുവരാൻ. വിഷ്ണു എപ്പോഴും സത്യ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കണേ. ശാരദാമ്മ പറയും അതെന്തായാലും നന്നായി. ഇങ്ങനെയുള്ള രാത്രി ജോലികൾക്ക് വേണ്ടപ്പെട്ടവര് കൂടെയുള്ളത് നല്ലതാ. അപ്പൊ വിഷ്ണു ശാലിനി ഇങ്ങനെ നോക്കുക, മോളെ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയില്. അപ്പോഴായിരിക്കും സത്യ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഇപ്പൊ സത്യ ഇങ്ങനെ കാണുമ്പോ വിഷ്ണു അടിമുടി നോക്കും, തന്റെ കുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത് പോലെ. ശേഷം ഫസ്റ്റ് ആയിട്ട് സത്യയെ കണ്ടതും ഉമ്മ കൊടുത്തതും അങ്ങനെ ഓരോരോ കാര്യങ്ങളും വിഷ്ണു ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. നെക്സ്റ്റ് ഭാഗത്ത് വിഷ്ണു എന്തായാലും മോളടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുക്കും, പപ്പിക്ക് കൊടുത്തതുപോലെ. ഇനി ഇവിടുന്ന് ശാലിനിയും പപ്പിയും കൂട്ടി തിരികെ ഭാമയുടെ വീട്ടിലേക്ക് പോവാന്നറിയില്ല. എന്തായാലും അടുത്ത ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്